നമസ്കാരം സുഹൃത്തുക്കളെ, ഫാഷൻ വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അടുത്ത്, അതായത് ഏതാണ്ട് ഒരു 4.5 കിലോമീറ്റർ അടുത്തുള്ള നെയ്തല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ എൻ്റെ ബാക്കിൽ ജീവൻ തുടിക്കുന്ന ഒരു ശില്പമാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഒരു അനുഗ്രഹീതനായ കലാകാരൻ ചെയ്തിട്ടുള്ള ജീവൻ തുടിക്കുന്ന ഒരു ശില്പമാണ്. അപ്പോൾ ഈ ശില്പത്തിൻ്റെ ശില്പി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇദ്ദേഹം വിനോദ് ചെമ്പ്ര. ഇദ്ദേഹമാണ് ഈ ശില്പത്തിൻ്റെ പിന്നിലുള്ള കൈകൾ. ഇദ്ദേഹത്തിൻ്റെ കൈകളാണ്. എന്തൊക്കെയാണ്? സുഖം തന്നെയല്ലേ? ഇത് വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉള്ളതൊക്കെ ഞാൻ കണ്ടു. പിന്നെ എന്ന് തൊട്ടാണ് ഇങ്ങനെ ഈ ഒരു ശില്പങ്ങളോടും അതുപോലെ ഇങ്ങനെ ഒരു കലയോടുള്ള ഒരു വാസന തുടങ്ങിയത്? ചെറുപ്പം മുതലേ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും. ചെറിയ രീതിയിലൊക്കെ വരയ്ക്കും. പിന്നെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കയറിയപ്പോ ഇതേപോലെ ചില ആളുകളൊക്കെ ചുവരിലൊക്കെ ചെയ്യാനുള്ള ചില അവസരങ്ങളൊക്കെ തരും. അപ്പൊ അങ്ങനെ ചെറുതായിട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഈ രീതിയിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഇതേപോലത്തെ വർക്കുകൾ വീടുകളിലാണോ സാധാരണ ചെയ്തു കൊടുക്കുന്നത്? ചില ആളുകൾ വിളിക്കുന്ന ആളുകളുണ്ട്. കാരണം നമ്മൾ ഈ ഫേസ്ബുക്കിലും അതുപോലെ ഇതിലൊക്കെ കണ്ടിട്ട് ചില ആളുകൾ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ചെയ്തു കൊടുക്കും. വീടുകളിൽ ചെയ്തു കൊടുക്കും. കേരളത്തില് മൊത്തം എല്ലാ ജില്ലകളിലും ചെയ്തിട്ടുണ്ടോ? കുറച്ച് ജില്ലകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിനോദിന്റെ ഈ ഒരു കഴിവ് ഒരുപാട് ആളുകൾക്കൊന്നും എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത്രയും കഴിവുള്ള ഒരാളാവുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. എന്തായാലും നോക്കാം, നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണെങ്കിലും ഒരുപാട് ആളുകൾ കാണും. ഇപ്പൊ നമുക്ക് ഇതേപോലത്തെ വർക്കൊക്കെ കിട്ടിയാൽ എവിടെ വേണമെങ്കിലും പോയി ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ? പിന്നെ നമ്മൾ ചെയ്യാറുണ്ട്. വിളിക്കുന്ന ആളുകൾ വർക്കുകളൊക്കെ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ അല്ലേ? ഓക്കെ. ഏത് രീതിയിലുള്ള ശില്പങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്? നമ്മൾ ഇതിപ്പോ സിമെന്റ് റിലീഫ് ടൈപ്പാണ്. സിമെന്റ് റിലീഫാണ്. ശില്പങ്ങളും ചെയ്യാറുണ്ട്. നമ്മൾ ഈ സ്കൂളുകളിലേക്കൊക്കെ ചിലപ്പം അങ്ങനെയുള്ള ഈ കലാം ഇങ്ങനെയൊക്കെയുള്ള ചില ഗാന്ധി പ്രതിമകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കാം. അതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ അടുത്ത സ്കൂളുകളിൽ അതുപോലെ അടുത്ത് നമ്മളിവിടെ KELP സ്കൂളുണ്ട്. ഒരു സ്കൂളിന് വേണ്ടി നമ്മൾ അവിടെ ഒരു അബ്ദുൽ കലാമിന്റെ അതുപോലെ ഒരു വിവേകാനന്ദന്റെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കേരളത്തിന് പുറത്ത് ഇതുപോലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂര് അടുത്ത് പോയിട്ട് നമ്മൾ ബാംഗ്ലൂർ ഒരു നടരാജന്റെ ഒരു ശില്പം ചെയ്യണ്ടായി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയാണ് കുടുംബത്തിനെ പറ്റിയുള്ള വിശേഷങ്ങൾ? മക്കളൊക്കെ 3 ആൺകുട്ടികളാണ്. സുഖമായിട്ട് പോകണം. കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളൊക്കെ പഠിക്കുകയായിരിക്കും? ചെറിയ കുട്ടികളാണ്. ഒരാള് +2 ആണ്. ഒരു BSc നഴ്സിംഗിന് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അതെല്ലേ? മറ്റു 2 കുട്ടികൾ ചെറിയ ആൾക്കാരാ. ഈ ഇങ്ങനത്തെ വർക്കൊക്കെ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവാറുണ്ടോ? ഒറ്റയ്ക്കായിട്ടുള്ള ചില വർക്കുകൾ ഒറ്റയ്ക്കായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കൊരു ഹെൽപ്പിന് ഒരാൾ വേണം. ഹെൽപ്പർ എപ്പോഴും ഒരാളുള്ളത് നല്ലതാണ്. കാര്യങ്ങൾ എടുത്തു തരാൻ. കൂടെ ഒരാളുണ്ട് നമ്മളുടെ കൂടെ. അതെ അല്ലേ? ഒരാളെ നമ്മൾ എപ്പോഴും കൂട്ടി പിടിക്കാറുണ്ട്.
ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവില്? ഇപ്പൊ നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തിയുള്ളൂ. ഇതിന് ശേഷം ഇങ്ങനെ വിളി വന്നിട്ടുണ്ട് 2-3 സ്ഥലത്ത് നിന്ന്. അപ്പൊ അതൊന്നും കൺഫേംഡ് ആയിട്ടില്ല. 2-3 സ്ഥലത്ത് വിളി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇനിയിപ്പോ വർക്ക് അവർ വിളിക്കുന്നതിനനുസരിച്ച് പോയി ചെയ്തു കൊടുക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകള് മനോഹരമാക്കാൻ ഇതേപോലെയുള്ള ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും പിക്ചേഴ്സും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വിനോദിനെ വിളിച്ചാൽ മതി. അദ്ദേഹം കേരളത്തിലോ ഇനി കേരളത്തിന് പുറത്തോ എവിടെയാണെങ്കിലും വന്ന് ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ വീട് മനോഹരമാക്കി തരുന്നതാണ്. അപ്പോൾ ഞാൻ വിനോദിൻ്റെ നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുത്, അതായത് അനുഗ്രഹീതമായ ആ കരങ്ങളെ കൊണ്ട് നിങ്ങളുടെ വീടുകൾ ഇതുപോലെയൊക്കെ മനോഹരമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഫാഷൻ വ്ളോഗർ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. ബൈ.